a very important topic that we are going to take for the exam purpose also. So we have been discussing the topic of communication. Broadly, communication can be categorized or classified into two. One is verbal and non-verbal. That verbal communication we have already been discussed, and in the last class we just started the discussion of non-verbal communication. So what actually non-verbal communication that also has been defined. So non-verbal communication is not verbally expressible. So here, first point, personal appearance. I think I have explained to you a little, not fully. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഫുള്ള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. Yes, sir. Personal appearance. Hello. Personal appearance കഴിഞ്ഞത്. Personal appearance കഴിഞ്ഞു. Just been started അല്ലേ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് സാറും പറഞ്ഞു. ജസ്റ്റ് പറഞ്ഞു. അപ്പോ പേഴ്സണൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപ്രഭാവം എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞ വ്യക്തിപ്രഭാവം. ഒരു വ്യക്തിയുടെ ഭാവരൂപ പ്രകടീകരണങ്ങൾ. That is what is explained in personal appearance. You know, different person may have different appearance, and your personal appearance should be different according to the situation. സാഹചര്യത്തിനനുസരിച്ച് വ്യക്തിപ്രഭാവം മാറും അല്ലെങ്കിൽ മാറ്റേണ്ടതാണ്. അതില് വേഷ വസ്ത്രഭൂഷാദികളൊക്കെ പെടും. അപ്പൊ നിങ്ങളിപ്പോ ഒരു വേദിയിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് ആ വേദി എന്താണ്, ഏതാണ്, അവിടെ എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത് എന്നുള്ളത്, അതാണ് പേഴ്സണൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തികച്ചും വ്യക്തിഗതമാണ്. മാത്രമല്ല അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റേണ്ടതുമാണ്. Suppose take for example, if you go to a gymnasium club, you should have the appearance of a sportsman series. Wear just like that of dress, and your appearance should be likewise. Likewise, if you are going to perform something before an audience, ഒരു ഓഡിയൻസിന് മുമ്പിൽ ഒരു കാര്യം അപ്പിയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ പ്രത്യേകത നിങ്ങളിലേക്കായിരിക്കും ഓഡിയൻസിന്റെ ശ്രദ്ധകൾ മുഴുവൻ. അതുകൊണ്ടാണ് പണ്ട് ടീച്ചേഴ്സും ഒക്കെ സാരി നിർബന്ധമായിരുന്നു ബിഎഡിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കും. കാരണം പെണ്ണുങ്ങൾക്കൊക്കെ സാരി നിർബന്ധമാണ്. അണ്ടർസ്റ്റാൻഡ്? കുറച്ച് വർഷമായിട്ടുള്ളതും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് എടുത്തു കളഞ്ഞു കേരളത്തില്. കാരണം ഒരു ടീച്ചറുടെ പേഴ്സണൽ അപ്പിയറൻസ് കുട്ടികൾക്ക് പരിജ്ഞാനം നേടുന്നതിന് തടസ്സമാകരുത്. അതുകൊണ്ടാണ്. അല്ലാണ്ടപ്പോ അതിൽ കുറച്ച് മഹിളകളൊക്കെ അതിനെ എതിർക്കുകയും പിന്നീട് അത് എടുത്തു കളയുകയൊക്കെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇനി കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന്. കാരണം ഒരു ടീച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. കാരണം കുട്ടികളെ വെല്ലുന്ന ചുരിദാർ ഫാഷൻ പാരേഡുകളാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ജെൻസും ഉണ്ട് കാണിക്കുന്നത്. അപ്പൊ ആക്ച്വലി എ ടീച്ചർ ഷുഡ് നോട്ട് ഗോ ടു ദ ക്ലാസ് ബൈ ജസ്റ്റ് വിയറിംഗ് എ ടീഷർട്ട്, എ ഫാഷനബിൾ ഡ്രസ്, ലൈക്ക് വിസ് ദാറ്റ്. ഒരു എന്താ പറയാ, ഒരു ഫാഷൻ പാരേഡ് അല്ലല്ലോ ക്ലാസ്സിൽ. ദാറ്റ് സിറ്റുവേഷൻ ഈസ് എ നോളജ് പ്ലാറ്റ്ഫോം. സോ ഇൻ ദ നോളജ് പ്ലാറ്റ്ഫോം അവിടെ എന്താ ശ്രദ്ധിക്കുന്നത്? ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുന്ന ഒന്നും പാടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫാഷനബിൾ ഡ്രസ് ഇട്ടിട്ട് ഒരു ടീച്ചർ 10-60 മക്കളിരിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് വന്നാൽ ആ കുട്ടികൾ ആ ടീച്ചറെ ഫാഷനിൽ ശ്രദ്ധിക്കൂ, ടീച്ചർ പറയുന്ന നോളജിൽ ശ്രദ്ധിക്കില്ല. അതൊന്ന്.
ഇതൊക്കെ വലിയ വലിയ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ചിന്തിച്ചുണ്ടാക്കിയാണ് യൂണിഫോം. അതിപ്പോ കേരളത്തിലാട്ടോ, മറ്റു സ്റ്റേറ്റിൽ വേറെ യൂണിഫോമാണ്. അവര് സാരിക്ക് പകരം ഓവർകോട്ടും ജെന്റിൽമാൻഷിപ്പിലാണ് ഉണ്ടാവുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ അതിനെതിരെ കോപ്പും കൊഴുപ്പും കൂട്ടി ഇപ്പൊ സത്യം പറഞ്ഞാല് ക്ലാസ്സിൽ ഇരിക്കുന്ന ടീച്ചർക്ക് കുട്ടികളുടെ ഇടയിൽ ടീച്ചറാണോ കുട്ടിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ മുകളിൽ ഒരു ഓവർ കോട്ടിങ് ഇട്ടിട്ട് ആ സ്കൂളിന്റെ ഒരു എംബ്ലം ഉള്ള എന്തെങ്കിലും ഒരു ധാരണകൾ വേണമെന്നാണ്. ചില സ്കൂളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സെൻട്രൽ സ്കൂളിലൊക്കെ നിർബന്ധമാണ് കർക്കശമാണ്. അതർവൈസ് യു ഷുഡ് നോട്ട് ബി ഐഡന്റിഫൈഡ്. ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും ഒരു ഐഡന്റിഫിക്കേഷൻ അപ്പിയറൻസ് ആണ് നിങ്ങൾ വേണ്ടത്. കാരണം ഈ 60 കുട്ടികളുടെയും ശ്രദ്ധ ഏകബിന്ദുവായ ഒരാളിലായിരിക്കും. അവിടെ പെർഫോമർ ആണെങ്കിലുമല്ല, ടീച്ചർ ആണെന്നുമല്ല, ആരെയുമല്ല. അപ്പൊ നിങ്ങളുടെ അപ്പിയറൻസിലാണ് പ്രാധാന്യം കിടക്കുന്നത്. ഇവിടെ നോക്കൂ, ടെക്സ്റ്റ് ബുക്ക് ഈവൻ ബിഫോർ ദ സ്പീക്കർ അട്ടേഴ്സ് എ സിംഗിൾ വേർഡ്. അതാണ് ഒരു സംസാരകൻ ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പേ തന്നെ, മീട്ടാക്കാത്തതൊന്ന് മീട്ടാക്കും, കാരണം വെരി സീരിയസ് ടോപ്പിക്കാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിച്ചിരിക്കണം. ഒരു സംസാരകൻ ആരാണ് ആ മ്യൂട്ടാക്കാത്ത? പ്ലീസ് വേണം മ്യൂട്ട്. ഒരു സംസാരകൻ സംസാരിക്കുന്നതിന് മുമ്പേ പോലും ആരുടെ ഓഡിയൻസ്, ശ്രോതാക്കൾ ഫോംസ് രൂപപ്പെടുത്തും. എന്ത്? an opinion, ഒരു അഭിപ്രായം എബൌട്ട് ദ പേഴ്സൺ, ആ വ്യക്തിയെ കുറിച്ച്. ബൈ മിയർലി, കേവലം സീയിങ് ഹിം, അവനെ കണ്ടുകൊണ്ട് മാത്രം. നമുക്ക് അവനെ കണ്ടുകൊണ്ട് മാത്രം ഓഡിയൻസിന് അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റും. വരവ് കണ്ടില്ലേ, കൊമ്പനാന പോലെയുള്ള വരവ്. ചില സാഹിത്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു നല്ല കൊമ്പനാന ഇങ്ങനെ വരുമ്പോ എന്തായിരിക്കും അതിന്റെ ആ ഭാവപ്രകടനം. ഒരു കാട്ടിലെ രാജാവ്, ഒരു സിംഹം അങ്ങനെ വരുന്ന ആ അപ്പിയറൻസ്. അപ്പൊ നമ്മളൊരു വേദിയിലേക്ക് കയറി ചെല്ലുമ്പോ ആ ഭാവം, അതുകൊണ്ട് ഓഡിയൻസ് മനസ്സിലാക്കുന്നതാണ്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് വേദികളിൽ നമ്മൾ പോകുന്നതായതുകൊണ്ട്. ഈവൻ ഇന്നലെ മിനിഞ്ഞാന്ന് പോലും നിങ്ങൾ NS അക്കാഡമിയുടെ മുൻ ബാച്ചുകളുടെ ഒരു കോൺവൊക്കേഷൻ മീറ്റിംഗ് കാലിക്കറ്റിൽ വെച്ച് നടന്നായിരുന്നു. നിങ്ങൾ അതിന്റെ വീഡിയോ കണ്ടുണ്ടോക്കി അറിയില്ല, ഏത് ബാച്ചിന്റെ 2-3 പേര്. അവിടെ ഒരു സ്പീച്ചിന് എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയിരുന്നു. അപ്പോഴും അങ്ങനെയുള്ള വേദികളിലേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെയല്ല ചെല്ലുന്നേ, ഡിഫറെന്റ്. അപ്പോ കാരണം നമ്മളെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മളവിടെ ചെല്ലുന്നത്. അപ്പൊ അവിടെ നമ്മുടെ അപ്പിയറൻസ് അതേ രീതിയിലായിരിക്കണം. മാത്രമല്ല, നമ്മൾ ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോ ഞാൻ മനഃപൂർവ്വം ചിലപ്പോ എന്ത് ചെയ്യും, ഒരു സിമ്പിൾ ഹമ്പിൾ ഡ്രസ്സൊക്കെ ഇട്ടാവും ചെല്ലുക നമ്മള്. എന്നാൽ അതേസമയം ടൈയും കോട്ടൊന്നും ഇല്ലായിട്ടും അല്ല, ടൈം കോട്ട് ഇടാൻ അറിയായിട്ടും അല്ല, പക്ഷെ അതിടുന്ന വേദിയിലേ ഞാൻ ഇട്ട് ചേരാറുള്ളൂ. അപ്പോ ഒരു സിമ്പിൾ ഡ്രസ്സിൽ കയറി ചെല്ലുമ്പോ മുഖത്ത് നോക്കിയാൽ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും. എന്ത്, ഇവനാ ഇപ്പൊ ക്ലാസ് എടുക്കാൻ വരുന്നത്, ഇവനാണോ അപ്പൊ എന്നൊരു ധാരണ ഓഡിയൻസിന്റെ മുഖത്ത് എഴുതി വെച്ചാൽ എനിക്ക് കാണാറുണ്ട്. പക്ഷേ പിന്നെ 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോ തൊഴുകൈ, എന്തൊരു ഭവ്യത, എന്തൊരു റെസ്പെക്റ്റ് ആണ്. അപ്പോ അവരുടെ ഭാവമൊക്കെ മാറി. കാരണം അപ്പോഴാണ് ഈ അപ്പിയറൻസും ഇതും തമ്മിൽ ചില സിറ്റുവേഷനൊക്കെ മാറ്റം ഉണ്ടാവും ഞാൻ പറയാൻ കാരണം അതാണ്. അത് നമ്മൾ ആ കോലത്തിൽ ചെല്ലുകയാണെങ്കിൽ, ഞാനതൊക്കെ പരീക്ഷത്തിന് വിധേയമാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ചെല്ലുകയാണെങ്കിൽ ഒരു അഭിപ്രായം കിട്ടും, ടിപ് ടോപ്പ് ആണ്, ഗംഭീരാട്ടോ. പക്ഷെ വായ തുറക്കുമ്പോ ചിലപ്പോ മനസ്സിലാവും തുറക്കണ്ടാച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെയല്ല. അപ്പോ ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ ശ്രോതാക്കൾ അവനെ കുറിച്ച് അഭിപ്രായം ഇണഞ്ഞെടുക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട്
അതുകൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ അപ്പിയറൻസ്, ചിലർക്ക് ഈ ഡ്രസ് അപ്പിയറൻസിനെ വിമർശിക്കാറുണ്ട്. ഷുഡ് നോട്ട് ഡു ദാറ്റ്. ചില പെമ്പിള്ളേർ കുട്ടികളൊക്കെ പോകുമ്പോൾ നീറ്റ്ലി ഡ്രസ്സായി പോകുമ്പോൾ പറയുന്നത് ചുണ്ടൊക്കെ ചുമപ്പിക്കുന്നതിനൊക്കെ വിമർശിക്കുന്നവരുണ്ട്. നോ, ഷുഡ് നോട്ട് ഡു ദാറ്റ്. അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് അവിടെ ഏത് അപ്പിയറൻസ് എന്തിനാണ് പോകണം? ഇപ്പൊ ഒരു നല്ല ഒരു സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോകാന്ന് വിചാരിക്കാം. അപ്പോ അവിടെ ആ റിസപ്ഷനിസ്റ്റിന്റെ അപ്പിയറൻസ് ആണ് പ്രധാനം. അവിടെ കണ്ടാൽ തന്നെ അവിടുത്തെ കസ്റ്റമേഴ്സ് അട്രാക്ട് ചെയ്യണം. അപ്പൊ അവിടെ ആ അപ്പിയറൻസിനെ വിമർശിപ്പിക്കാൻ പാടില്ല. അവിടെ ബസ്സിലോ യാത്ര ചെയ്യുമ്പോ ഒരാൾ പറഞ്ഞിട്ട് ഓളെ മേക്കപ്പ് ഉണ്ടല്ലേ, വൈ ഡോണ്ട് ഡു മേക്കപ്പ്? മേക്കപ്പ് ഇടേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഡു മേക്കപ്പ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചിട്ട് നിങ്ങളൊരു സാധാരണ വീട്ടിലേക്ക് കയറി പോകുമ്പോ ഇതൊക്കെ പൊടി മസാലയൊക്കെ തേച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. അതിനൊക്കെ സുഖമില്ലാത്ത ആൾ കിടക്കുന്നുണ്ട്. അയാളെ കാണാൻ പോവാണ്. കാണാൻ പോണ സമയത്ത് ഉള്ള കുട്ടിയൊക്കെ മുതമ തേച്ച് ചുണ്ടൊക്കെ ചെഞ്ചുണ്ടൊക്കെ തേച്ച്, അതാ ഞാൻ പറഞ്ഞത്, സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കണം അപ്പിയറൻസ് എന്ന്. അതാണ്. അപ്പോ നിങ്ങൾ നോക്കിയല്ലോ, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ വേദിയിലേക്ക് വരുമ്പോ എന്താണ് പാശ്ചാത്യരൊക്കെ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി നല്ല വൃത്തിയിലേ അവർ വരുള്ളൂ. അമേരിക്കൻ കോൺഗ്രസിലൊക്കെ നോക്കുന്നുണ്ട്. അവര് ഭാര്യമാരകം തന്നെയാണ്. പക്ഷേ അവര് ക്ലബ്ബ് പോകുമ്പോ ചിലപ്പോ തുണി ഉണ്ടായില്ലാന്ന് വരും. അതിന് വിമർശിക്കുന്നവരുണ്ട്. ഒരു പാർക്കിൽ പോകുമ്പോ ചിലപ്പോ ഷെഡിട്ടിട്ടാവും പോകണം. നമുക്ക് അവരെ വിമർശിക്കാൻ പറ്റില്ല. കാരണം സൺബാത്ത് ചെയ്യാനൊക്കെയാണ് പോണവര്. നമ്മളെ കോവളത്തെ കണ്ടില്ലേ? നമ്മളെ ആൾക്കാർ പോയി ഇരിച്ചായിട്ട്, കാരണം അവരവിടെ വരുന്ന ഒരു ലക്ഷ്യത്തിനാണ്. സൺബാത്ത് എന്ന് പറഞ്ഞാൽ അവര് വെളുത്ത ടീമല്ലേ. അപ്പൊ അവരുടെ ശരീരം ഒന്ന് സൂര്യപ്രകാശം തട്ടി കിടക്കാൻ വേണ്ടി പോയി കിടക്കുക. അപ്പൊ തുണി മൂടി കെട്ടി കിടന്നാൽ കിടക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവർ ആ അപ്പിയറൻസിൽ വരുന്നത്. പക്ഷെ നമ്മളെ ആൾക്കാരുടെ വിചാരം എന്താ? അവര് വിഭത്സകാരികളാണ്. അല്ല. അപ്പൊ അതുകൊണ്ട് ഓരോ സാഹചര്യത്തിനനുസരിക്കാനും വേഷം കെട്ടണത്, അപ്പിയറൻസ് ഉണ്ടാക്കുന്നത്. അവിടെ പറയുന്നത് ദിസ് ഈസ് ബിക്കോസ്, ഇത് എന്തുകൊണ്ടാണെങ്കിൽ ഇമ്പാക്റ്റ് ആണ്. പ്രത്യാഘാതം ക്രിയേറ്റഡ്, സൃഷ്ടിക്കപ്പെടുന്നത് ഓൺ ദ ഓഡിയൻസ്. ഇത് ഓഡിയൻസിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ അണ്ടർലൈൻ പോയിന്റ് ആണ്. ഇതിന്റെ വേർഡല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ആശയാർത്ഥമാണ്. ഇംപ്രഷൻ, ഇമ്പാക്ട്. നിങ്ങൾ എപ്പോഴും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം ഓഡിയൻസിൽ. എങ്ങനെ? ബൈ ദ പേഴ്സണൽ അപ്പിയറൻസ് ഓഫ് ദ സ്പീക്കർ. സംസാരകന്റെ വ്യക്തിഗത ഭാവ പ്രകടനം വഴി ഓഡിയൻസിൽ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഒരു കല്യാണത്തിന് പോകുമ്പോ കല്യാണ ഡ്രസ്സിന്റെ ഇമ്പാക്റ്റിലായിരിക്കണം പോണത്. അവിടെ ഒരു അൺടൈഡി ഡ്രസ് ഇട്ട് ഇഫ് പോസിബിൾ പോകുന്ന അഭികാമ്യമല്ല. അതുപോലെ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഓഡിയൻസ്, ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അല്ലെ? ശ്രോതാക്കളുടെ മനോഭാവം ഉണ്ടല്ലോ ടുവേഴ്സ് ദ സ്പീക്കർ, സംസാരകനോടുള്ള ശ്രോതാക്കളുടെ മനോഭാവം. ഞാൻ ഇവിടെ ഒന്നും, ഇത് സീരിയസ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒരു പൊടി മസാല അല്ലെങ്കിൽ തമാശ ഒന്നും ഇവിടെ പറയാൻ സ്ഥാനമില്ല, ഒന്നും പറയില്ല. നിങ്ങൾ വിചാരിക്കാൻ സാർ ഇങ്ങനെയല്ലല്ലോ എടുക്കാറെന്നൊക്കെ, അല്ലേ? അത് ഡിഫറെന്റ്. കാരണം ദിസ് ടോപ്പിക് ഈസ് ബിക്കോസ് യു ആർ ആൾ ഗോയിങ് ടു ബിക്കം ടീച്ചേഴ്സ്. നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആവാൻ പോകുന്നുണ്ടാണ്. അപ്പം ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഓഫ് ദ ഓഡിയൻസ് ടുവേർഡ്സ് സ്പീക്കർ, സംസാരകനോടുള്ളത് ഗ്രേറ്റ്ലി ഡിപ്പെൻഡ്, വളരെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട് ഓൺ ദ വേ, ആ രീതിയിൽ, ഇൻ വിച്ച്, അതില് ഹി അവനോ ഷീ അവളോ. ചിലപ്പോ ആണാണെങ്കിൽ ഹി ആവും, പെണ്ണാണെങ്കിൽ ഷീ ആവും. അതുകൊണ്ട് ആ ബാറിട്ട് പറയുന്നത് അഡ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായി പറഞ്ഞാൽ എ വെരി ഷാബിലി ഡ്രസ്, അല്ലെ? ഷാബിലി മാത്രമേ പറഞ്ഞോളൂ. വൃത്തിഹീനമായ, ഒരു വൃത്തിയില്ലാത്ത, അൺടൈഡി ആയ. ഗാരിഷിലി എന്താണ്? അൺപ്ലസന്റ്ലി, കണ്ട ഒരു പ്ലസന്റ് തോന്നാത്ത. അങ്ങനുണ്ടല്ലോ. ഇപ്പം നീതുവിന്റെ ഡ്രസ്സ് കണ്ടാൽ എനിക്ക് എന്ത് തോന്നണം? ഒരു ഗാരിഷ്മെന്റ് തോന്നണം. എന്ത് തോന്നണം? ഒരു പ്ലസന്റിന് തോന്നണം. പകരം അൺപ്ലസന്റ് ആണ് തോന്നുമെങ്കിൽ അതാണ് ഗാരിഷ്ലി ഡ്രസ്ഡ് പേഴ്സൺ എന്ന് പറയാനാണ്. ഗാരിഷ്ലി നമ്മ അറപ്പ് തോന്നുന്ന, അല്ലെ? അതായത്
ഒരാളുടെ ഡ്രസ്സൊക്കെ ചിലപ്പോൾ കണ്ട അറപ്പ് തോന്നിക്കും. അത് മേ പുട്ട് ദ ഓഡിയൻസ് ശ്രോതാക്കളിൽ ഉണ്ടാക്കിയേക്കാം എന്ത് ഇൻടു എ റെസിസ്റ്റന്റ് എന്നാണ്. റെസിസ്റ്റന്റ് എന്താ? ആകർഷണീയത്തിന് പകരം, അട്രാക്ഷന് പകരം റിപ്പൾഷൻ ഉണ്ടാക്കും. യു ഷുഡ് ബി അട്രാക്റ്റഡ്, ഡോണ്ട് ബി റിപ്പൾസ്. റിപ്പൾഷൻ ഡിസ്ട്രാക്ഷൻ. ആകർഷണീയതയ്ക്ക് പകരം വികർഷണീയത ഉണ്ടാക്കും, തെറിച്ചു പോകാനുള്ളത്. ചിലരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി അട്രാക്ഷൻ തോന്നാറില്ലേ? ഉണ്ട്, എനിക്ക് തോന്നാറുണ്ട്, ആണായാലും പെണ്ണായാലും വ്യക്തികള്. പക്ഷെ ചില കാണുമ്പോൾ അട്രാക്ഷൻ തോന്നും, ചില കാണുമ്പോൾ ഡിസ്ട്രാക്ഷൻ തോന്നും, റിപ്പൾഷൻ തോന്നും. എന്താ? തെറിച്ചു പോകുന്ന പോലെ. ഓ, ആ വ്യക്തിന്റെ അടുത്തേക്ക് ചിലം തോന്നില്ല. ചില കാണുമ്പോഴോ ഓ വല്ലാത്ത അട്രാക്ഷൻ തോന്നും. ആ അട്രാക്ഷനിൽ നിന്നാണ് എന്ത് ജനിക്കുന്ന അറിയോ? ഹഗ്ഗിങ് ഒന്നും ഉണ്ടാവുന്നത്. ഇപ്പൊ പ്ലാറ്റ്ഫോമിലൊക്കെ ഹഗ് ചെയ്യുന്നത് കാണാൻ. പക്ഷെ ആൾക്കാർ അതിനെ വിമർശിക്കുന്നവരുണ്ട്. ഒരു കണ്ണോടെ കാണുന്നവർക്ക് കാണുന്നൊക്കെ മഞ്ഞപ്പിത്തായി കാണും. സി, അപ്പം ആ ഹഗ്ഗിങ് എന്നുള്ളത് വരുന്നത് ആ ഏതിന്റെ പാരമന്യതാണ്? ഇങ്ങനെ വല്ലാത്തൊരു അട്രാക്ഷൻ വന്നിട്ടാണ് ആണായാലും പെണ്ണായാലും ഹഗ്ഗിങ്ങിലേക്ക് എത്തിക്കുന്നത്. ഇന്നിപ്പോ ഓപ്പൺ ആയിട്ട് കാണാം നമുക്ക്. അപ്പൊ അതിനെ വിമർശിക്കുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷാബിലി ഗാരിഷ്ലി ഡ്രസ് പേഴ്സൺ മേ പുട്ട് ദ ഓഡിയൻസ് ഇൻ ടു, അതാ റെസിസ്റ്റന്റ് എന്ന് ഞാൻ പറഞ്ഞത്. പ്രതിരോധിക്കുന്നത്. എന്താ? ഇങ്ങോട്ട് വരണ്ട എന്ന് തോന്നിക്കുന്നില്ലേ? എന്റെ അടുത്തേക്ക് അടുക്കണ്ട തോന്നിക്കുന്നതും, എന്നെ വന്ന് ഹഗ് ചെയ്തോളൂ എന്ന് തോന്നിക്കുന്നതും ഒക്കെ നിങ്ങൾ അപ്പിയറൻസ് അനുസരിച്ചിരിക്കും. അൺറിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെ? അൺറിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ അസ്വീകാര്യമായ മനോഭാവം. നിന്നെ ഞാൻ സ്വീകരിക്കുന്നില്ല. ഐ ആം റിപ്പൾഷൻഡ് ഫ്രം യു, നോട്ട് അട്രാക്റ്റഡ് ഫ്രം യു. അപ്പൊ നിന്നിൽ നിന്ന് ഞാൻ വികർഷിക്കപ്പെടുകയാണ്. റിസെപ്റ്റീവ് അല്ല, അൺറിസെപ്റ്റീവ്. സ്വീകാര്യമല്ല, അൺസ്വീകാര്യമാണ്. അട്രാക്റ്റ് അല്ല, ഡിസ്ട്രാക്റ്റ് ആണ്. എന്താ കാരണം? ഷാർബിലി ഡ്രസ്ഡ് ആയതുകൊണ്ടാണ്. ഇപ്പൊ ചിലർ പറയുന്നില്ലേ ഹൈജീനിയസ്. എന്താ ഈ ഹൈജീനിയസ് വേണമെന്ന്? ഹൈജീനിയസ് വേണമെന്നുള്ളത് എന്താ? ഇപ്പൊ എന്താ നീ ഒന്ന് ഹൈജീനിയസ് ആയി പോ എന്ന് പറയുന്നത്? ഒന്ന് കുളിച്ച് വൃത്തിയൊക്കെ ആയി വെളുപ്പിൽ പല്ലൊക്കെ തേച്ച് പോ എന്ന് പറയുന്നത്. കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചു പോയിപ്പോ. അതൊക്കെ ഇതാണ്, അപ്പിയറൻസ് ആണ്. കാരണം പല്ല് തേക്കാതെ ഒരാളുടെ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടത്തിയാൽ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു തരണ്ട. മുഖം കഴുകാതെ, അതുപോലെ കുളിക്കാതെയും. ഇപ്പൊ ചില കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ കുളിക്കുന്നില്ല എന്നാണ് പറയുന്നത്, ഈ ഹോസ്റ്റൽ പിള്ളേരൊക്കെ. നമ്മുടെ വീട്ടിലെ കുട്ടികളെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒറ്റൊന്ന് മുടിയുടെ സ്റ്റൈല് പോകട്ടെ, അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുളിക്കുള്ളൂ. തല അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നാറിയിട്ടോടെ നിൽക്കുക. അപ്പം അതാണ് ഹൈജീനിക് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ അട്രാക്ഷൻ വരുമോ? ഡിസ്ട്രാക്ഷൻ അല്ലേ വരുമല്ലോ. അപ്പൊ അതൊക്കെ വളരെ പ്രധാനമാണ് കുട്ടികൾ. അതായത് ഇതൊന്നും ചില കുട്ടികൾ കണ്ടില്ലേ, നഖം വളർത്തുന്നുണ്ട്. ജനിച്ചിട്ട് ഇതുവരെയുള്ള ചളി മുഴുവൻ ആ നഖത്തിന്റെ ഉള്ളിലുണ്ടാവും. നഖം വളർത്തുന്നത് തെറ്റല്ലോ ഇപ്പൊ അതേമാതിരി. പക്ഷെ അത് വൃത്തിയിലും വെളുപ്പിലും ക്ലീൻ ചെയ്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സമയവും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വളർത്തിക്കോ. പക്ഷെ വളർത്തുകയാണെങ്കിൽ പട്ടിനെ വളർത്തുന്ന മാതിരി വളർത്തണം. അല്ലെ? പട്ടിനെ രണ്ട് രീതി വളർത്താം. എന്ത്? അയൽക്കാർക്ക് ശല്യമായിട്ടും വളർത്താം, വരുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വളർത്താം. അതുപോലെ നെയിൽ keeping is a part of your appearance, but it is to be done in hygienic way. അത് ഹൈജീനിക് വേയിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു പേഴ്സണൽ അപ്പിയറൻസിൽ വരുന്നതാണ്. ലോട്ട് ഈസ് ടു ബി ഡിസ്കസ് അബൌട്ട് ദിസ് പേഴ്സണൽ അപ്പിയറൻസ്. നിങ്ങൾക്ക് വളരെ ബ്രീഫ് ആയിട്ടേ ഉള്ളൂ. പേഴ്സണൽ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കേട്ട് പഠിച്ച ഒരാള് ഒരു വേദിയിലേക്ക് വരുമ്പോ ആ രീതിയിലേ വരൂ. ചില
സൂപ്പർ സ്റ്റാറുകളെ കണ്ടില്ലേ, അവരൊക്കെ എത്ര ലക്ഷം ഉറുപ്പ്യ മുടക്കണം എന്നറിയോ? ലാക്സ് ഓഫ് റുപ്പീസ് ആണ് പേഴ്സണൽ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ലാക്സ് ഓഫ് റുപ്പീസ്. വേണമെങ്കിൽ അവരുടെ അടുത്തൊന്ന് അന്വേഷിച്ച് നോക്കും. ഒരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യനെ കൊണ്ട് നടക്കണമെങ്കിൽ ചില്ലറയാ, പൈസ എത്ര കൊടുക്കണം? ഒരു പ്രൊഫഷണൽ ഹെയർ സ്റ്റൈൽ കീപ്പ് ചെയ്യണമെങ്കിൽ ചില്ലറയാ. ഇതിൽ പോണാറൊക്കെ ഉണ്ടാവുമല്ലോ, പൈസ എത്ര കൊടുക്കണം? സാധിക്കുന്നത്. അതുപോലെ ഒരു പേഴ്സണൽ മേക്കപ്പറെ കൊണ്ട് നടക്കണമെങ്കിൽ, കോസ്മെറ്റിക് ഐറ്റം വാങ്ങണമെങ്കിൽ. പക്ഷേ ഇതൊക്കെ വേണമായിരുന്നോ? ഒരു ചോദ്യമുണ്ട്. വേണോ? രണ്ട് ഉത്തരമുണ്ട്. വേണമെന്നും പറയാം, വേണ്ടാന്നും പറയാം. എന്താ നിങ്ങളുടെ സിറ്റുവേഷൻ? അത് വേണം എന്നാണെങ്കിൽ അത് വേണം. നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടിയേ പറ്റൂ. ഒരു കോമൺ മാൻ ആണെങ്കിൽ വേണോ? വേണ്ട. അടുക്കളയിൽ മാത്രം താമസിക്കുന്ന ഒരാൾക്ക് എന്തിനാ അതൊക്കെ? അന്നേരം ഉള്ളി മുളകും വാങ്ങിക്കൂടെ? അവിടെ വേണ്ടത് അതല്ലേ? അപ്പോ അവിടെ അത് വേണ്ട. അതേ വായോണ്ട് തന്നെ പറയുന്നു ഇത് വേണമെന്ന്. അത് അപ്പിയറൻസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും വേണ്ടത്. അപ്പൊ അവിടെ അദ്ദേഹം പറഞ്ഞ ഇത് ഒരുപാട് ടോപ്പിക് ഉണ്ട് ഇതിനകത്ത്. ദെൻ വി ആർ അക്കസ്റ്റംഡ് ടു സർട്ടൻ എസ്റ്റാബ്ലിഷ് ഡ്രസ് കോഡ് എന്നൊക്കെ പറയാം. നമ്മള് സുപരിചിതരാണ്. അക്കസ്റ്റംഡ് ടു എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു, സുപരിചിതരാണ്. നല്ല ലാംഗ്വേജ് ആട്ടോ ഈ ഇതിൽ എഴുതി വെച്ചത്. ഇംഗ്ലീഷാണ് ഇതൊക്കെ കംപ്ലീറ്റ്. ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ല. കാരണം ഇത് ഇന്ത്യൻ TTC കാരുടെ ബുക്കിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പം നോക്കൂ, ഈ ഒരു പാരങ്ങൾ മുഴുവൻ നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു ഈസോ ആറോ ആമോ ഉണ്ടോ നോക്കൂ. ഉണ്ടോ? എവിടെയെങ്കിലും ഒരു ഓക്സിലറി വർബ് ഉണ്ടോ? അതാണ് ഗുഡ് ഇംഗ്ലീഷിന്റെ പ്രത്യേകത. ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഒരിക്കലും സഹായക്രിയ കുറവായിരിക്കും. നമ്മളെ കലാലയം ഇവിടെയൊക്കെ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർമാര് രാമൻ ഈസ് ഗോയിങ്, രാമൻ ഈസ് കമ്മിങ്, ഒക്കെ ഈസേ അറിയുള്ളൂ ആകെ. അപ്പൊ ഒരായിഞ്ചി പോകുന്നു അറിയും. ഇതിൽ നോക്ക്, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ. ഇനി നിങ്ങൾ കൂടുതൽ വായിക്കുമ്പോ നോക്കുള്ളൂ. റിസോഴ്സ്ഫുൾ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഐഡന്റിഫൈ ചെയ്യുന്നത് നല്ല ആശയങ്ങളുണ്ടായിരിക്കും. ഒരു വാക്കിൽ തന്നെ അന്തർലീനമായിരിക്കും ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ. അപ്പം ഇവിടെ അക്കസ്റ്റംഡ് ടു പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത്. അക്കസ്റ്റംഡ് ടു മീൻ യൂസ്ഡ് ടു. ഞാൻ മലയാളം പറഞ്ഞു സുപരിചിതർ അല്ലെ? അപ്പൊ നമ്മള് സുപരിചിതരാണ്, യൂസ്ഡ് ടു ആണ്. എ സർട്ടൻ എസ്റ്റാബ്ലിഷ് ഡ്രസ് കോഡ്, ചില സ്ഥാപിത വസ്ത്ര കോഡ്. ഡ്രസ് കോഡ് എന്നൊരു പരിപാടിനെ തുടങ്ങിയിട്ടില്ല നീതു? ഇപ്പം എന്താണ് ഡ്രസ് കോഡ്? ഇല്ലേ? നമുക്കറിയാം ഡ്രസ് കോഡ് എന്നൊരു പരിപാടിയുണ്ട് അല്ലേ? കല്യാണം ഉണ്ടെങ്കിൽ അമ്മായിമാരൊക്കെ ഒരേ ഡ്രസ്സ്. ആ പിന്നെയോ ആ വീട്ടിലെ പെൺകുട്ടികളാണെങ്കിൽ ഒക്കെ ഒരേ ഡ്രസ്സ്, അമ്മാവന്മാർക്കൊക്കെ ഒരേ ഡ്രസ്സ് അല്ലേ? അതിനാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷിലല്ല. അതേമാതിരി ഒരു ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഓണല്ലേ? ഓണാകുമ്പോ ഒരുപാട് ഓണവുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനൊക്കെ നടക്കുമല്ലോ. അവിടെയൊക്കെ ഡ്രസ് കോഡ് ഉണ്ട്. ഓരോ ക്ലാസ്സിലെ ഡ്രസ് കോഡ്, ഓരോ സ്കൂളിലെ ഡ്രസ് കോഡ്, ആ സ്ഥാപനത്തിലെ ഡ്രസ് കോഡ്. അപ്പൊ ഇവിടെ പറയുന്നു വി ആർ അക്കസ്റ്റംഡ് ടു സർട്ടൻ ഡ്രസ് കോഡ് ഇൻ വാരിയസ് കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻ. പലവിധ കമ്മ്യൂണിക്കേഷൻ സാഹചര്യങ്ങളിൽ. ലൈക്ക് അവിടെ പറയുന്നു ഇന്റർവ്യൂ, മീറ്റിംഗ്. ചിലയിടത്ത് ഇന്റർവ്യൂ നടക്കും, അവിടെ ഡ്രസ് കോഡ് ഉണ്ടാവും. മീറ്റിംഗ് ഉണ്ടാവും, അവിടെ ഡ്രസ് കോഡ് ഉണ്ടാവും അല്ലേ? കോൺവൊക്കേഷൻ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ കോൺവൊക്കേഷൻ മീറ്റിംഗിൽ പോകും, അവിടെ ഡ്രസ് കോഡ് ഉണ്ടാവും. കോട്ടും ടൈയൊക്കെ ഇട്ട് പോകുന്നുണ്ട്, നീറ്റ്ലി ഡ്രസ്. പിന്നെ പാർട്ടീസ്, പല പാർട്ടികളുണ്ട് അല്ലേ? കോക്ടെയിൽ പാർട്ടി ഉണ്ട് അല്ലേ? കോക്ടെയിൽ പാർട്ടി ആണെന്നാ നീതിനറിയോ? അതുപോലെ ബാൾ ഡാൻസ് പാർട്ടി പങ്കെടുത്തുണ്ടോ? സജിനെ ഒന്ന് പോയി നോക്കി ഇംഗ്ലണ്ടിലൊക്കെ, എന്നിട്ട് ഒരു ബാൾ ഡ്രസ് പാർട്ടിയിലൊക്കെ പങ്കെടുത്തു. ഇവിടെ എങ്ങനെ ഇരുന്നു എന്താ? അതൊക്കെ ക്ലബ് ഡാൻസിലെ പാർട്ടികളാണ്. അവിടെ ഇടുന്ന വസ്ത്രങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കും. കല്യാണ പാർട്ടീസ് അതിന് വേറെ ഡ്രസ്സാണ്.
കോക്ടെയിൽ പാർട്ടി ആണ് കള്ളൊക്കെ കുടിച്ച് സ്ത്രീ പുരുഷന്മാരൊക്കെ ഒന്നിച്ചേർന്ന് ആനന്ദ ലഹരിയിൽ നൃത്തമാടുന്ന പാർട്ടിയാണ് കോക്ടെയിൽ പാർട്ടി. അപ്പോൾ ഇംഗ്ലീഷുകാര് കോക്ടെയിൽ പാർട്ടിക്ക് പോകുമ്പോൾ ഡ്രസ് ഇടുന്ന ഒരു സായിപ്പ് അതേമാതിരി ആവില്ല അമേരിക്കൻ കോൺഗ്രസിൽ വരുമ്പോ, ഓഫീസിൽ വരുമ്പോ ടിക്ടോക്ക് വെൽ ഡ്രസ്ഡ് ആയിരിക്കും അവര്. അപ്പൊ ഇതൊക്കെ പേഴ്സണൽ അപ്പിയറൻസിലാണ്. അപ്പോ പല സാഹചര്യത്തിനനുസരിച്ച് ഇന്റർവ്യൂലാകട്ടെ മീറ്റിങ്ങിലാകട്ടെ, അതുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയക്കാര് കണ്ടില്ലേ നിങ്ങള് കുളിച്ചുകള് ഒരു കവറുടെ ഉപ്പായിട്ട് പൈസ ഒന്നും ഇല്ലെങ്കിൽ ഒരു പേഴ്സൊക്കെ അവിടെ വെച്ച് അല്ലെ കഥ പോക്കറ്റ് കൂടെ ഇങ്ങനെ. ചില രാഷ്ട്രീയക്കാരാണ് ഒരു 100-ന്റെ പണ്ടൊക്കെ 100-ന്റെ നോട്ട്, ഇപ്പൊ 500-ന്റെ നോട്ട് പുറത്തേക്ക് ഉള്ളില് പേപ്പർ മടക്കി വെച്ച് പുറത്തേക്ക് 500-ന്റെ നോട്ട് ഇങ്ങനെ മടക്കി വെച്ച് ഒരു പേന ഉണ്ടല്ലോ, എന്താ പറയുക, പാർക്കർ പേന ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമുക്ക് ചില പിള്ളേരൊക്കെ സമ്മാനം തരാറുണ്ട്. അപ്പം നല്ല വിലയുള്ള 1000-500 ഒരു പേനയ്ക്ക് വില. അതൊക്കെ ഇവിടെ വെറുതെ ഒന്ന് കുത്തിവെച്ച് ഒരു കതർക്കുപ്പായത്തിട്ട് സ്ത്രീ ചുളിയാത്ത മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്താൻ അങ്ങനെ പോകുന്നതാണുമ്പോ എനിക്കത് കാണുമ്പോൾ അതൊരു അപ്പിയറൻസ് ആണ്. നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതും പഠിക്കുകയും കൊണ്ടുണ്ട്, അതൊരു അപ്പിയറൻസ് ആയിട്ട് നമുക്ക് കാണുന്നുള്ളൂ. കാരണം ഇതാണ് പറഞ്ഞത് മീറ്റിങ്ങിന് ഒരു ഡ്രസ്. അപ്പൊ ഇതൊക്കെ ഇതിൽ വരും അപ്പിയറൻസ്. So yes, personal appearance is of paramount importance in the non-verbal communication. അപ്പൊ ഇനിയിപ്പോ അതിലേക്ക് ഘടിപ്പിക്കും, ഈ പേഴ്സണൽ അപ്പിയറൻസും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ എന്താ ബന്ധം? നിങ്ങളുടെ ഭാവപ്രകടനങ്ങള് പറയാതെ പറയും ശ്രോതാക്കളോട് പലരും. അവർ വായോണ്ട് പറയുന്നില്ല ഇല്ലേ. ആ പൊളിറ്റിക്കൽ ഡ്രസ് ഇട്ട് ആ അപ്പിയറൻസിൽ വരുന്ന ആളെ കണ്ടാൽ നമുക്കറിയാം അയാൾ പൊളിറ്റീഷ്യനാണ്, കുളിച്ചിയാണ്, പാനോളം പോകുന്നവനാണ്, വായിൽ അങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റും. നല്ല നീറ്റ്ലി ടിപ് ടോപ്പ് ടൈ ഒക്കെ കെട്ടി വരുന്ന ഒരാളെ കണ്ടാൽ പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. തരക്കേടില്ല കേട്ടോ, നീ ഇത് കുഴപ്പമില്ല, ചമ്മനക്കുടിയൊക്കെ തൊട്ടുണ്ട്, ഉള്ളു പോക്കാണെങ്കിലും. അപ്പോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ലേ നമുക്ക്? പിന്നെ ചിലരൊക്കെ ഈ ഡ്രസ് കോഡിലൊക്കെ എന്തൊക്കെയോ എനിക്ക് കുഴപ്പം. അപ്പം കുറെ പ്രാധാന്യം അമിതമായി നൽകുന്നവരുണ്ട്. ഇതങ്ങനെ, അത് ഇങ്ങനെ, ഇതപ്പടി ഇതിപ്പടി ഒന്നുമില്ല. ഞാനത് ഡ്രസ്സിന്റെ ഒറിജിൻ വരെ പഠിക്കാൻ പോയ മനുഷ്യനാണ്. ഓരോരോ ഡ്രസ്സിന്റെ ഒറിജിൻ, ഓരോ ഭൂപ്രദേശത്തുള്ള ഓരോ ഡ്രസ്സ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ധരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അറേബ്യൻ കൺട്രികളില് അറബികള് എന്താ പറയാ മൊത്തമുള്ള ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അതിനെന്താ പറയാ, ഒരു വെള്ള ഡ്രസ്സ് മൊത്തം തലോട്ട് കാല് വരെ അവർ ധരിക്കുന്നു, ഒരു ഡ്രസ്സ് ഗുഡ്. പക്ഷെ എന്നിട്ട് തലയുടെ മുകളില് ഒരു തുണി ഇട്ടിട്ട് ഒരു വട്ടം ഇങ്ങനെ വെക്കും, എന്താ പേരെന്ത് ഓർമ്മല്ല, അപ്പൊ അങ്ങനെ വെക്കുന്നു. അത് എന്നാണ് ആ ഡ്രസ്സ് ആവിർഭവിച്ചത്? എന്തുകൊണ്ടാണ് അവർ ആ ഡ്രസ്സ് ഇടുന്നത്? ഞാൻ ഗവേഷണം നടത്തി, ഞാൻ മുന്നിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോഴാണ് അത് ഇപ്പൊ ഒന്ന് റിലീജിയസ് പരിചയമൊക്കെ നൽകുന്നുണ്ട്. അതല്ല, കാരണം ഈ അറേബ്യൻ നാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്കാറ്റ് കണ്ടമാനടിക്കുന്ന സ്ഥലമാണ്. എപ്പോഴാണ് ഒരു പൊടിക്കാറ്റ് ഇങ്ങനെ വരിക എന്നറിയില്ല അറേബ്യൻ മരുഭൂമികളിൽ. അപ്പൊ ഈ പൊടിക്കാറ്റ് അടിക്കുമ്പോൾ കേവലം അവരെ കണ്ണിലും മൂക്കിലും ഒന്നും ഈ പൊടി കയറാതിരിക്കാൻ വേണ്ടി അന്നത്തെ അവിടുത്തെ തനതുവാസികൾ കണ്ടെത്തിയ ഒരു ഡ്രസ്സാണത്, ഡ്രസ് കോഡാണത്. അപ്പോ തലയിൽ പൊടി വെക്കുമ്പോൾ ഒരു കഷ്ണം തുണി മുകളിൽ വെക്കും. അപ്പൊ അത് കാറ്റടിച്ച് പാറിപ്പോവാതിരിക്കാൻ വേണ്ടി അവിടെ സുലഭമായി കിട്ടുന്ന ഒരു പനയുണ്ട്, എന്താ പറയുക, നമ്മുടെ ഈ കാരക്കയുടെ ഈന്തപ്പന, അതിന്റെ തണ്ടെടുത്തിട്ട് ഒരു വട്ടം കെട്ടിയിട്ട് അതിന്റെ മുകളിൽ വെക്കുമായിരുന്നു. ഇന്നിപ്പോ അതിനെ മാറ്റം വന്ന് ഇന്ന് റബ്ബറൈസ്ഡ് എന്താ സാധനം ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഫാഷൻഡ് ആയിട്ട്. അത്രയേ ഉള്ളൂ ആ ഡ്രസ്സിന്റെ. കാരണം അവിടുത്തെ ഭൂപ്രദേശത്തിന് അത് ആവശ്യമാണ് എന്ന് വെച്ചിട്ട് ആ വ്യക്തി ഇവിടെ വന്നിട്ട് ആ ഡ്രസ്സ് ഇടണം എന്ന് അതങ്ങനെ. പിന്നെ കാലഘട്ടത്തിന് പിന്നെ റിലീജിയസ് പരിചയമൊക്കെ നൽകിയിട്ടോ, ആയിരിക്കാനല്ല, റിലീജിയസ് അതിലേക്ക് നമ്മളില്ല. പിന്നെ അതേപോലെ ഇംഗ്ലണ്ടുകാരുടെ ഞാൻ അന്വേഷിച്ച് നടത്തിയിട്ടുണ്ട് അപ്പിയറാണ്. അവിടെ ടൈ കിട്ടണം. നമുക്ക് ടൈ ഇടേണ്ട ആവശ്യമുണ്ടോ?
വിഡ്ഢികള്. നമ്മളെ കുട്ടികളൊക്കെ രാവിലെ ടൈ കടിയിലേക്ക് കൊണ്ടുപോകണം. എന്നതാ ഫുൾ സ്ലീവ് അവിടെ വന്നാ കയ്യിൽ ഇതുവരെ കൈയോടൊക്കെ വെച്ചിട്ടുള്ള കോട്ട് ടൈ കെട്ടും. എന്താ കാരണം? അവിടെ ഐസ് വാർണിഷ്ഡ് പ്ലേസ് ആണ്, കോൾഡ്, ഭയങ്കര തണുപ്പാണ്. അപ്പൊ ടു കീപ് ദ കോൾഡ്, ഈ തണുപ്പ് ഉള്ളിൽ കയറാതിരിക്കാനാണ് അവർ ഇങ്ങനെ കൗത്തിലും കൂടി അടക്കം ഒരു കെട്ട് കെട്ടിയിട്ട്, അത് കയറുകൊണ്ടായിരുന്നു പണ്ട് കെട്ടിയത്. അതിന്റെ രൂപഭാവ മാറ്റങ്ങൾ വന്നാണ് ടൈ പിന്നെ കുടുക്കുന്ന പറയാ, അങ്ങനെ കുടുക്കിടും. പക്ഷേ ആ ഇംഗ്ലീഷുകാർ നമ്മുടെ നാട്ടിൽ വന്ന് ആ വേഷവിധാനം നമ്മളെ കാണിച്ചു കൊടുത്തു. നമ്മളെ ഈ ഉഷ്ണമേഖലയില് എന്തിനാണ് അപ്പൊ ആ ടൈ കെട്ടേണ്ട ആവശ്യം? ഒരാവശ്യമില്ല. അപ്പൊ ഇതുപോലെയാണ് ഓരോരോ അപ്പിയറൻസ്. ഇതൊക്കെ മാൻമെയ്ഡ് അപ്പിയറൻസ് ആണ്, ഓൺലി മാൻമെയ്ഡ് അപ്പിയറൻസ്. അതെന്തിന്? ചില പ്രതികൂലതയെ തരണം ചെയ്യാനും ചില ആശയങ്ങൾ വിനിമയം ചെയ്യാനും. അപ്പോൾ പേഴ്സണൽ പാരഗ്രാഫ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് പേഴ്സണൽ അപ്പിയറൻസ് ഇൻ ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പേഴ്സണൽ അപ്പിയറൻസിനുള്ള പങ്ക് എന്തൊക്കെയാണ്? വി ഡിസ്കസ് എ ലോട്ട് ഓഫ് പോയിന്റ്സ് അബൌട്ട് ഇറ്റ്. You can write paragraph also. Next topic, poster. അടുത്തത് പോസ്റ്റർ ആണ്. പോസ്റ്ററിന്റെ മലയാളം എന്താ? കേവലം ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നിൽപ്പ്, നടപ്പ്, ഇരുത്തം, ഇതൊക്കെ പോസ്റ്ററിൽ വരും. ഒരാളുടെ നിൽപ്പ്, ഒരാളുടെ നടപ്പ്, ഒരാളുടെ ഇരിപ്പ്, ഇത് മൂന്നും കൂടി പെട്ടതാണ് ഒരാളുടെ പോസ്റ്റർ എന്ന് പറയുന്നത്. ഒരാളുടെ നിൽപ്പ് കണ്ടാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്താ നിൽപ്പ് എന്ന് പറഞ്ഞാൽ? ഒരാളെ നിൽക്കുന്നതിന്റെ കോലം. ആണാകട്ടെ പെണ്ണാകട്ടെ, അയാൾ നിൽക്കുന്ന കോലം കണ്ടാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അയാൾ എന്താണ്. സൈക്കോളജി അല്ല പഠിച്ചിട്ടുണ്ടോ? ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിലോസഫി, സൈക്കോളജി. അപ്പം അത് പഠിച്ചതാക്ക് ഒരാളുടെ നിൽപ്പ് കണ്ടാൽ അയാൾ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ ആ തൂണും ചാരിയുള്ള നൃത്തം? പറയാറില്ലേ ചിലപ്പോ? കണ്ടില്ലേ അവളുടെ ആ ലാഞ്ചനയോടെയുള്ള നൃത്തം? പറയാറില്ലേ? ജഡ്ജ് ചെയ്യാറുണ്ട്. ആ ചെക്കന്റെ നടത്തം കണ്ടാൽ മനസ്സിലാവാം മുമ്പോക്കാം. പറയാറുണ്ട്. നല്ല കുട്ടികളുടെ ഡാഷ്മിക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ന് പറയുന്നില്ലേ? എന്ന് പറഞ്ഞാല് അവളെ നിൽപ്പ് ശരിയല്ല, അവളെ നടത്തം ശരിയല്ല, പറയാറില്ലേ? അവൾ പറയാറുള്ളത്. ഇതൊക്കെ പെട്ടതാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. പോസ് ചെയ്യുന്ന രീതിയാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. പോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങള് ശ്രോതാക്കളെ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു? അതിൽ നിങ്ങൾ ഇരുത്തു. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇത് പറഞ്ഞു തരാനും മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുത്തശ്ശന്മാരും ഒക്കെ. ഇപ്പൊ വീടുകളിൽ അതൊന്നും ഇല്ല. അതുകൊണ്ട് നിൽക്കാനും അറിയില്ല, ഇരിക്കാനും അറിയില്ല, നടത്താനും അറിയില്ല. ആ മുത്തശ്ശിമാരൊക്കെ ഞങ്ങളൊക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മറത്തൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെ ഉമ്മറത്തേക്ക് വരേണ്ടത്, ഒരു ഉമ്മറത്ത് എങ്ങനെയാ നിൽക്കേണ്ടത്, ഒരു ഉമ്മറത്ത് നിന്ന് എങ്ങനെയാ പോകേണ്ടത്, മൂട് തിരിഞ്ഞൊന്നും പോകാൻ സമ്മതിക്കില്ല അവര്. അത് പഠിച്ചു വന്നവര് വീട്ടിലെ കുട്ടികളെ അറിയും, അല്ലാത്തവരെ അറിയും. അപ്പൊ അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. തരക്കേടില്ല കേട്ടോ നീതു, കുട്ടീനെ കണ്ടാൽ നടത്തോ ഇരുത്തൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിക്കാട്ടോ എന്നാണ് തോന്നുന്നത് എന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ലേ? ആർക്ക്? എനിക്കല്ല, ആർക്ക്? കാണുന്നവർക്ക്. പെണ്ണുകളെ ചെല്ലുമ്പോഴേ ഓളാ തൂണും ചാരിക്കെല്ലാം പുതിയ കാണാൻ നിൽക്കുന്ന സമയത്ത് ഉദാഹരണം പറയാണ് എന്റെ മേഖല. അപ്പം അവളുടെ ആ നൃത്തം കണ്ടാൽ തന്നെ ചെക്കനെ പിടുത്തം കിട്ടും. നല്ല കുട്ടിയാണോ, അത് അടങ്ങി ഒതുങ്ങിയ നൃത്താണ്. ചിലര് അങ്ങനെയല്ല, കാല കാട്ടി
മറ്റേ കാലിന്റെ മുകളിൽ വെച്ച് എങ്ങനെ ഇരിക്കണ ആ യുദ്ധം കാണുമ്പോൾ എനിക്കുള്ള വെറുതെ എന്നാലും വേണ്ട. കാരണം ഒറ്റ പോസ്റ്റർ മതി. ഇതൊക്കെ പെട്ടതാണ് പോസ്റ്റർ. ഇനി നമുക്ക് ആ go through the textbook. പോസ്റ്റർ ജനറലി refers to the way, ഞാൻ പറഞ്ഞതിന്റെ മലയാളം എടുത്താൽ മതി. പോസ്റ്റർ സാധാരണയായി പരാമർശിക്കുന്നത് the way, ആ രീതി, one sits, ഒരാൾ ഇരിക്കുന്നത് പറഞ്ഞില്ലേ, one stands, ഒരാൾ നിൽക്കുന്നത് പറഞ്ഞില്ലേ, പിന്നെന്താ one walks, ഒരാൾ നടക്കുന്നത്, while speaking, സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ. എങ്ങനെ? ഇൻ എ ഫോർമൽ സിറ്റുവേഷൻ. ഫോർമലും ഇൻഫോർമലും ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ കൂട്ടി കളിപ്പിക്കണം. എന്നാൽ ഇതൊക്കെ എല്ലായിടത്തും ബാധകമാണോ? നിങ്ങളുടെ കാരണവന്മാരോ അല്ലെങ്കിൽ വീട്ടിലെ പ്രായമായവരോ അല്ലെങ്കിൽ ഗുരുനാഥന്മാരോ. അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് കാര്യം പല വിദ്യാർത്ഥികൾക്കും ശിക്ഷകണങ്ങൾക്കും ചിലപ്പോൾ വിളിച്ചു ചോദിക്കും ചില കാര്യങ്ങൾ. ഈവൻ 1:30 രാത്രി പോലും ചില കുട്ടികൾ വിളിച്ചു ചോദിക്കാറുണ്ട് പല അഭിപ്രായങ്ങളും. സർ, ഞാൻ എന്താ ചെയ്യണം? ഐ മീൻ എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, വാട്ട് ഈസ് ടു ബി ഡൺ? അപ്പം അതിന് ഉപദേശം കൊടുക്കുന്നവരാണല്ലോ, അല്ലാണ്ട് ഈ ക്ലാസ് റൂം പഠിച്ചിരുന്നവരല്ലല്ലോ. അപ്പം ഒരുപാട് സ്റ്റുഡൻസുകൾ ചോദിക്കും, ഞാൻ ഇപ്പൊ ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് സർ. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, എന്നോട് ചോദിക്കണമല്ലോ, ആരെ തേടിയാലാണ് റൈറ്റ് ആൻസർ കിട്ടുക, ആരാണ് യോഗ്യനായ ഗുരു അല്ലെങ്കിൽ യോഗ്യനായ രക്ഷകർത്താവ് എന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളെ രക്ഷിക്കുന്ന കർത്താവ് ആരാണോ, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരാളെ ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട് പല അഭിപ്രായങ്ങളും. പക്ഷെ ആരോട് ചോദിച്ചാലാണ് റൈറ്റ് ആൻസർ കിട്ടുക എങ്കിൽ അവരോടാ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ഉപദേശങ്ങൾ തരുമല്ലോ. എങ്ങനെ? ഫോർമൽ സിറ്റുവേഷൻ, ഔപചാരിക സാഹചര്യത്തിൽ. അനൗപചാരിക സാഹചര്യം അല്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാല് ഇപ്പൊ നിങ്ങള് ഒരു ദിവസം വീട്ടില് ഉണ്ടാവല്ലോ സമ്മേളനങ്ങള്, ഭാര്യയും കുട്ടികളും കുടുംബം ഇവരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ ആ സമ്മതി കാണിച്ചുകൊണ്ടിരിക്കുമ്പോ ആർമാടിക്കൊണ്ടിരിക്കല്ലേ, അങ്ങനെ വാക്കുണ്ടോ പറയാം, ആർമതിക്കുക എന്താ പറയും, ആർമതിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നും ഇത് ഭാഗമല്ല. അതൊക്കെ ഇൻഫോർമൽ സിറ്റുവേഷൻ ആണ്. അവിടെ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് വീടിന്റെ ഉള്ളില് ചാടി കളിക്കാൻ തോന്നാ, ചാടി കളിച്ചോട്ടെ അല്ലേ. ഒരു കുട്ടിക്ക് ഒന്ന് തോന്നിയ മാതിരി ഇരിക്കണമെന്ന് ഇരുന്നോട്ടെ. പക്ഷേ ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഷുഡ് നോട്ട് ബി ഡൺ. ഷുഡ് നോട്ട് ബി ഡൺ. 10 ആൾക്കാര് വീട്ടിൽ വരുന്ന സമയത്ത് അഹമ്മതിക്കരുത്. ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടമായി. എന്ന് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഡയറക്ഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം വീട്ടിൽ നടക്കുന്നില്ല. തോന്നിയമാരിയാണ് ഇരിക്കുന്നത്, തോന്നിയമാരിയാണ് നടക്കുന്നത്. അപ്പം ഒരാൾ സംസാരിക്കുമ്പോ സഭ്യഭാഷ ഉപയോഗിക്കാം, അസഭ്യ ഭാഷ ഉപയോഗിക്കാം. അതേപോലെ സഭ്യമായ രീതിയിലും അസഭ്യമായ രീതിയിലും നമുക്ക് നോക്കാം. Then it is important, ഇത് വളരെ പ്രധാനമാണ്, that the speaker looks in command as he directs attention to audience. ഒരു ഓഡിയൻസിനോട് ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് അയാൾ കമാൻഡ് രൂപത്തിൽ നോക്കണമെന്ന്. കമാൻഡ് രൂപത്തിൽ എങ്ങനെ ഡയറക്ഷൻ കൊടുക്കുക, എന്റെ ഒപ്പം ഉണ്ടായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് ദ സ്പീക്കർ ലുക്സ് ഇൻ കമാൻഡ്. എപ്പോഴും കമാൻഡായിട്ട് നോക്കണം, എപ്പോഴും കമാൻഡായിട്ട് നോക്കണ്ട. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഗുരുനാഥന്റെ അടുത്ത് ഞാൻ പലപ്പോഴായിട്ട് പോകാറുണ്ട്. ഏജ്ഡ് മോർ ദാൻ 100 ഇപ്പോഴുണ്ട്. ഒരു 100 വയസ്സിനേക്കാൾ കൂടുതലുള്ള ഒരു ഗുരുനാഥൻ എനിക്ക് നന്നായിട്ട് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരാളാണ്, ഏജ്ഡ്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ പേടിച്ചിട്ടില്ല, കാലിങ്ങനെ മിടിക്കും. സത്യം, ഞാൻ ടെല്ലിംഗ് ദ ട്രൂത്ത്. ഈവൻ നൗ ഐ എം ഗോയിങ് because I got many knowledge from him. അതുകൊണ്ട് കൂടെ കാണാൻ പോകുന്ന സമയത്ത്
ചെല്ലുമ്പോ തന്നെ അദ്ദേഹം ഒരു നോട്ടം നോക്കും നമ്മളെ കണ്ണിലേക്ക്. ഉം. അത് കമാൻഡ് രൂപത്തിലായിരിക്കും. കമാൻഡ് പറയില്ല, വായനൊന്നും പറയില്ല, ജസ്റ്റ് നോട്ടമാണോ ഈ നോട്ടം. ആ നോട്ടത്തിലുണ്ട് കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ? എന്താ ഇത്ര ദിവസം എടുത്തേ, എവിടെയായിരുന്നു, വൈ ഡോണ്ട് യു കം, ഒക്കെ അതിലുണ്ട്. എന്താ വരാഞ്ഞ്, എവിടെയായിരുന്നു ഇത്, നീയ്, ഒക്കെ ഉണ്ടാവും ആ നോട്ടത്തില്. അതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വായ മിണ്ടുന്നില്ല. അപ്പോ ചില ആജ്ഞാനുവാക്യങ്ങള്, അതിനാണ് കമാൻഡ് എന്ന് പറയുന്നത്. അത് ഡയറക്ഷൻ കൊടുക്കുന്ന സാഹചര്യത്തില്, അതുപോലെ ഇപ്പൊ ഒരു ചില ആൾക്കാർക്ക് അതൊരു വല്ലാത്ത കഴിവാണ്. കമാൻഡ് നോട്ടം എന്ന് പറയുന്നതിന്, കമാൻഡ് രൂപത്തിലുള്ള നോട്ടം കൊണ്ട് മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും. വേണ്ട എന്നൊന്നും പറയില്ല, നോട്ടത്തിലൂടെ വേണ്ട എന്ന് ഉണ്ടാവും. വേണമെന്ന് പറയില്ല, നോട്ടത്തിലൂടെ വേണമെന്നുണ്ടാവും. അത് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദെൻ ഡയറക്റ്റ് ഹിസ് അറ്റൻഷൻ, അവരുടെ ശ്രദ്ധയെ എത്തിയുന്ന ഓഡിയൻസിന്. അതുകൊണ്ട് പറയുന്നു വളരെ പ്രാധാന്യമാണ് ഒരു സംസാരകന്റെ കമാൻഡ് നോട്ടം. അതേമാതിരി ചില ആൾക്കാരുണ്ടല്ലോ, കുറെ സംഭാഷണം കഴിഞ്ഞിട്ട് നടത്തിയിട്ട് ഒരു നോട്ടം നോക്കും. ഹ്യൂജ് ലെക്ചറിങ് കഴിഞ്ഞിട്ട് ഒരു നോട്ടം, ആ നോട്ടത്തിൽ ഉണ്ടാവും എല്ലാം. പിന്നെ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ സംസാരിച്ചില്ല എന്ന് വരും. നമ്മൾ വിചാരിക്കും എന്താ ഇയാളെ തൊണ്ട പോയോ, അതെന്താ മിണ്ടാത്ത കുഴപ്പമുണ്ടോ. അല്ല, അയാൾ സംസാരിച്ചത് ശ്രോതാവിനെ മനസ്സിലാക്കാനുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സമയം കൊടുക്കുക. See, what are the topic that I discussed? You have to grasp whether you are able to grasp or not. That is to be judged by just a command look. ആ കമാൻഡ് ലുക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ നമ്മളെ നോക്കുന്നത്, അയാൾ പറഞ്ഞ കാര്യം നമുക്ക് സ്വീകാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പഠനം നടത്തുകയാണ്. അതിനാണ് കമാൻഡ് ലുക്ക് എന്ന് പറയുന്നത്. ഓഡിയൻസ്. അപ്പൊ അവിടെ പറയുന്നു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, 2 വാക്കുള്ളൂ അല്ലേ, അതിൽ എത്ര അർത്ഥം? നേരെ ചൊവ്വെ നിക്കടാ. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഹൗ ഡു സ്റ്റാൻഡ്? സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്തെങ്കിലും വളഞ്ഞൊടിഞ്ഞു കുത്തി നിൽക്കണ ചില ടീച്ചർമാരെ കുട്ടികളോട് പറയും സ്റ്റാൻഡ് സിഡോ. എന്തിനാ പറയുന്നത്? സ്കൂളിൽ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ഇന്നുണ്ടോ അറിയില്ല, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് സ്റ്റാൻഡ് സിഡോ, സ്റ്റാൻഡ് സിഡോ. അതേമാതിരി ടീച്ചർമാർ വരുമ്പോ കുട്ടികളൊക്കെ എണീക്കും. ചില ആൾക്കാർ മുടന്മാരെ എണീക്കണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്തിനാ അത്? നമ്മുടെ വിഷയം സ്റ്റാൻഡപ്പ് ആണല്ലോ. നിപ്പ് ഇരുപ്പ് അല്ലെ, കിടപ്പ് കൂടി ഉണ്ടായില്ല. അപ്പം അത് പിന്നെ ആരും നോക്കാറില്ല. അപ്പം എന്തിനാ സ്റ്റാൻഡപ്പ്? അതായത് കുറെ വ്യാകുല ചിന്തകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരാൾ പ്ലാറ്റ്ഫോമിലേക്ക് വരിക, ഇല്ലേ? ഇപ്പൊ തന്നെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ആൾ പാർട്ടിസിപ്പൻസ് ആർ നോട്ട് ഫുള്ളി ഹിയറിംഗ് മൈ കോൺസെൻട്രേഷൻ, that I can say for fully. ഇവിടെ എല്ലാ പാർട്ടിസിപ്പൻസ്മാരും ഞാൻ പറയുന്ന തലത്തിലൊന്നും അല്ല. that I can read out from your face itself. മുഖത്ത് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പം മുഖം ഇവിടെ ഉണ്ടാവും, ബോഡി ഇവിടെ ഉണ്ടാവും. ഞാൻ കുട്ടികളുടെ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സിലാണ് പറയാറുണ്ട്, ഐ ഡോണ്ട് വാണ്ട് യുവർ ബോഡി ടു ബി സിറ്റഡ് ഇൻ ദ ക്ലാസ്, ബട്ട് ഐ വാണ്ട് യുവർ മൈൻഡ് ടു ബി ഹിയർ ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ മൈൻഡാണ് ഇവിടെ വേണ്ടത്. ബോഡി യു ക്യാൻ പുട്ട് സംവെയർ എൽസ്. ബോഡി വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ചോ, മൈൻഡ് ഇവിടെ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞ മാതിരി നേരെ നിൽക്കാൻ പഠിക്കുക. ഡിയേഴ്സ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഉപദേശം കൊടുക്കുക. നേരെ നിൽക്കാൻ പഠിക്കടേ, നേരെ നിൽക്കാൻ പഠിക്കടാ എന്ന് പറയുന്നത്. അതെന്താ എന്റെ കുട്ടി 2 കാലം നിൽക്കുന്നത്? അല്ല,
ഹൗ ടു സ്റ്റാൻഡ് എന്നുള്ളൊരു ഗുഡ് ലെസൺ ആണ് മക്കളെ. നിങ്ങൾക്ക് അറിയോ അറിയുന്നത്? ഫിസിക്കൽ സ്റ്റാൻഡിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സായിപ്പ 2 വാക്കവിടെ ഉപയോഗിച്ചുള്ളൂ. സ്റ്റാൻഡ് സ്ട്രൈറ്റ്. നമ്മൾ പറയൂ അത് നേരെ നിൽക്കുക, നിന്റെ നിൽപ്പ് ശരിയല്ല, നീ ആദ്യം നേരെ നിൽക്കാൻ പഠിക്കടാ, എന്നിട്ട് ബാക്കി എന്ന് പറയാറില്ലേ? ആദ്യം ഒന്ന് 2 കാലം നിൽക്കാൻ പഠിക്കേ, എന്നിട്ട് മതി കല്യാണം കഴിക്കാൻ പോവാ. ഏഹ് ഇത് 2 കാലം നിൽക്കാൻ പഠിക്കുന്നതിന് മുമ്പ് എന്തിനു പോകും? നീരു കല്യാണം കഴിക്കാൻ പോകും. അപ്പോ സ്റ്റാൻഡ് സ്ട്രൈറ്റ്, പിന്നെ കിടത്താവും അങ്ങോട്ട്, നിൽക്കലുണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡ്? അല്ലെങ്കിൽ ഒടിയലാവും. അങ്ങനെ അല്ലേ? ഇതൊക്കെ സൈക്കോളജി ക്ലാസ് തന്നെ. ആൻഡ് ആ 2 വാക്ക് മണിക്കൂറുകളോളം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വിഷയമുണ്ട്. ദെൻ അടുത്തത് ജനറലി സാധാരണയായിട്ട് ഇറ്റ് ഈസ് ബെസ്റ്റ്. എന്തൊരു ഇഷ്ടമാണ് ഈ ഇംഗ്ലീഷ് എടുക്കണമെന്ന് അറിയാം. കാരണം ഇന്ത്യ ഇംഗ്ലീഷ് എടുക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇന്ത്യ ഇംഗ്ലീഷ് എടുക്കാൻ നല്ല രസമാണ്. ഒരുപാട് മീനിങ് ഉണ്ടാവും. ആൻഡ് ജനറലി സാധാരണയായിട്ട് ഇറ്റ് ഈസ് ബെസ്റ്റ്. ഇത് നന്നായിരിക്കും. ടു ഗ്ലാൻസ് മീൻ ടു ലുക്ക്, ടു ഗ്ലാൻസ് യുവർ ഫേറ്റ് ഓൺ ബോത്ത് ഫീറ്റ്. Generally, it best to glance your weight on both feet. 2 കാലിൽ നിന്നിട്ട് നിങ്ങൾ വെയിറ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായോ? 2 കാലിൽ നിന്നിട്ട് നിങ്ങളെ വെയിറ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്നാ സായിപ്പ് പറയുന്നത്. മനസ്സിലായില്ലല്ലേ? ആദ്യം 2 കാല് നിൽക്കാൻ പഠിക്കേ, എന്നിട്ട് നിന്റെ ഇപ്പോഴത്തെ വെയിറ്റ് എന്താന്ന് മനസ്സിലാക്കും. നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടോ അല്ലേ? ബോഡി വെയിറ്റ് അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതൊരു കാര്യം ശരിയാ. എന്താ ഇപ്പൊ സജ്ജന നിസാരല്ല കേട്ടോ, ഓള് നല്ല വെയിറ്റ് ഉള്ള ആളാണ്. 10 ആളുടെ ഇടയിൽ ഇവിടെ ആ നെറുപ്പ് കണ്ടില്ലേ? ഓ അങ്ങനെ നോക്കണ്ട കേട്ടോ. ആ 2 കാലില് സജ്ജനന്റെ ആ നെറുത്താണ് ആ അഭിപ്രായം ഉണ്ടാക്കിയത്. അപ്പോ ഇതൊന്ന് ജനറലി പൊതുവായിട്ട് ഇറ്റ് ഈസ് ബെസ്റ്റ് എന്നാ സാഹിബ് പറഞ്ഞത്. നല്ലതാണ്. പക്ഷെ അധികം ആൾക്കാർ നിർണയം നടത്താറില്ല. ഇറ്റ് ഈസ് ബെസ്റ്റ്. നിങ്ങൾ നിർണയം നടത്താറുണ്ടോ? ഇതിന്റെ ഇപ്പോഴത്തെ വെയിറ്റ് എന്താ? നിങ്ങൾ ബോഡി വെയിറ്റ് തൂക്കണല്ല കേട്ടോ. അത് 83-90 കിലോനൊക്കെ ഉണ്ടാവും. അപ്പൊ അതല്ല അവിടെ വരുന്നത്. അത് 2 കാലം ചിലപ്പോ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. 2 കാലം അതുകൊണ്ടാണ് എനിക്ക് മുട്ടുംകാലി വേദനിച്ചിട്ട് വയ്യ. എന്താ കാരണം? ഒരു കിൻഡില് ഭാരണ്ടേ, അത് ഈ ചെറിയ 2 കാലം താങ്ങണ്ടേ. അപ്പം പിന്നെ കാലിനെ കുറ്റം പറയും. ഞാൻ പറഞ്ഞൊന്നും മൂപ്പര് കേൾക്കണില്ല. കാല് കേൾക്കണില്ല. അതെന്താ പ്രശ്നം? ബോഡി വെയിറ്റ് കുറയ്ക്കാനും. അപ്പോ ഇവിടെ അതല്ല കേട്ടോ അർത്ഥം. 2 കാലിൽ നിന്ന് വെയിറ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. നിങ്ങളുടെ സ്ഥാനമാനങ്ങളൊക്കെ 2 കാലത്ത് നിൽക്കാനുള്ള പ്രാപ്തി നേടിയിട്ടൊന്ന് നോക്കുക. എന്നിട്ട് വെയിറ്റ് കിട്ടോ. എന്നിട്ട് ചില പറയില്ല വെയിറ്റ് കിട്ടൂ, വെയിറ്റ് വേണമെങ്കിൽ ഒന്ന് കിട്ടോ, കൂട്ടണേ കൂട്ടിക്കോ, കുറക്കണേ കുറച്ചോ. Then, stand straight and generally it is best to glance your weight on both feet. But അതാണ് അപ്പയ്ക്കും ബട്ടം. എന്ന് പറയാം. എന്നാൽ that does not mean, അത് അർത്ഥമാക്കുന്നില്ല, that does not mean that the speaker സംസാരകൻ should look immovably. അതിന്റെ അർത്ഥം സംസാരിക്കുന്ന വ്യക്തി അനങ്ങാതെ നിന്ന് നോക്കണം എന്നല്ല. എന്താ ഈ പറഞ്ഞ നിങ്ങൾ 2 കാലം നിന്നൊന്ന് നോക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്ന കുഴിയിൽ നിന്നിട്ട് അനങ്ങാതെ നോക്കണം എന്നല്ല. എന്താ, ഞാൻ അനങ്ങാതെ നിന്ന് നോക്കിയാല് എന്താ ഉണ്ടാവുക? ആരെയോ നോക്കണ അയാളെ കൈയിന്റെ മോന്തയിലുണ്ടാവും. അത്രയുള്ളൂ. ഉണ്ടാവില്ലേ? മനസ്സിലായോ? കാരണം ഇമ്മോബിൾ, മൂവ് ചെയ്യാതെ.
ഈ ലുക്ക് ഷുഡ് ബി, സൈക്കോളജി ഉണ്ട്, ലുക്ക് ഷുഡ് ബി ജനറൽ, ഡോണ്ട് ബി പർട്ടിക്കുലർ എന്ന്. എന്താണത്? ലുക്ക് ഷുഡ് ബി ജനറൽ, ഡോണ്ട് ബി പർട്ടിക്കുലർ. ലുക്ക് ഷുഡ് ബി കോമൺ, ഡോണ്ട് ബി പർട്ടിക്കുലർ. എന്താ ഇവിടെ തന്നെയാണ്. നോട്ടം പൊതുവായിരിക്കണം, പ്രത്യേകിച്ച് ഒന്നിനെ നോക്കരുത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഒരു വേദിയില് കുറെ പെൺകുട്ടികൾ ഇരിക്കുന്നത് വിചാരിക്കാം, ഞാൻ ആണെന്ന് പറയും, നിങ്ങൾക്ക് തിരിച്ചും പറയാമോ. അപ്പം ഞാൻ എങ്ങനെ നിന്നിട്ട്, ഞാൻ വേദി നിന്നിട്ട് കുറെ നല്ല കുട്ടികൾ, സുന്ദരിയായ കുട്ടികളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കാം. അപ്പോ എന്റെ നോട്ടം എങ്ങനെയായിരിക്കണം? എല്ലാ സുന്ദരികളുടെ മുഖത്തേക്കും ഞാൻ നോക്കണം, ജനറൽ ആയിരിക്കണം. അതല്ല, ആ മൂലയിൽ ഇരിക്കുന്ന ഒരിക്കൽ ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ മുഖത്തേക്ക് മാത്രം നോക്കിയാലോ, അമ്പ അമ്പ മാഷ് കുഴപ്പമില്ലാട്ടാ, ആള് തിരക്കടില്ല, അല്ലേ പറയില്ലേ? പക്ഷെ മാഷ് വേറെ എന്തെങ്കിലും ചിലപ്പോ ധരിക്കണം. എന്നാലും അതാണ് ഇമ്മൂബിൾ നോട്ടം ശരിയല്ലാന്ന്. ചിലപ്പോ പറയില്ലേ ഓന്റെ നോട്ടം ശരിയല്ലാന്ന്. നിങ്ങൾ തന്നെ പറയാറുണ്ടാവും ചിലപ്പോ. അയാൾ നോട്ടം കണ്ടാൽ മനസ്സിലാവും അയാൾ എന്താന്ന്. അപ്പോ നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴും പ്ലാറ്റ്ഫോമിൽ എവിടെയാണെങ്കിലും അവിടെ നിന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞ അതേ ഗ്രന്ഥകർത്താവിനെ പറയുന്നു അനങ്ങാതെ നോക്കരുത് എന്ന്. അല്ലേ? ഈ അനങ്ങാതെ നോക്കിയിട്ടാണ് ചിലർക്ക് കിട്ടണ്ടാത്തത് കിട്ടുന്നത് ചിലപ്പോ. അത് തിരിച്ചുണ്ട്, പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ, ആണുങ്ങൾ മാത്രല്ല, പെണ്ണുങ്ങളും ഉണ്ട്. വലിയ ബുദ്ധിമുട്ടാ ചിലപ്പോക്കെ. എന്താ, കണ്ണെടുക്കാതെ നോക്കും, കണ്ണെടുക്കാതെ നോക്കും. ഞാനൊരിക്കല് അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ അല്ല കേട്ടോ, കേരള നാട്ടിൽ നിന്നല്ല. എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ടായിരുന്നു തമിഴ്നാട്ടില്, ചിന്നധാരാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെ ഒരു മകളുടെ കല്യാണം കൂടാൻ വേണ്ടി ഒരു ലെറ്റർ മധുരയെടുത്ത്. അപ്പൊ കല്യാണത്തിന് പോയി. അവിടെ ചെന്നപ്പോ ഒക്കെ കരിക്കട്ട പോലുള്ള ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കറുത്ത ആൾക്കാരാണ്. ഞാനൊന്നും വെളുപ്പല്ലല്ലോ, വെളുത്തൊന്നല്ല, സുന്ദരനും സുമുഖനുമല്ല. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോ അവർക്ക് ആവേശികമായിട്ട് നമ്മൾ വെളുത്തായിട്ട് തരണം അവർക്ക്. നല്ല കുറച്ച് മുന്നേ കേട്ടോ, കുറച്ച് വർഷം മുന്നെയാണ്. അപ്പം അവിടെ നമ്മള് കല്യാണത്തിന് ചെന്നു. അവിടെ ചെന്നു കുറെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളൊരു കാറിൽ 3-4 സുഹൃത്തുക്കളും ഉണ്ട്. അവിടെ ചെന്ന് കല്യാണത്തിന്റെ ഗേറ്റിലവിടെ ചെന്ന് കുറച്ച് ചെന്നപ്പോ ആ സുഹൃത്തിന്റെ, കതിർവേലു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അപ്പം ഇളമാള്, അതിലൂടെ പണ്ട് ഈ വട്ടിക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, പൈസ, അതിനവിടെ വന്ന് അങ്ങനെ സുഹൃത്തൊന്നല്ല. അപ്പം ഭയങ്കര കോടീശ്വരനാണ്. ആ ഓഡിറ്റോറിയം ചെന്നപ്പോ ഒരു പെണ്ണ് നമ്മളിവിടെ നിൽക്കുമ്പോ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, ഉറപ്പിച്ചു നോക്കും. ഞാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല കുഴപ്പമുണ്ടായിട്ടാണ് അവിടെ നിന്ന് മാറി വേറെ അപ്പുറത്തെ കാലിന്റെ അടുത്ത് നോക്കുമ്പോ ഈ പെണ്ണ് അപ്പുറത്ത് വന്നിട്ട് വീണ്ടും ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നാൽ അവിടെ ഉണ്ടാവും. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഇപ്പുറത്തുനിന്ന്, ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞില്ല, നോട്ടം കൊണ്ട് കുടുങ്ങി എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാല് കാരണം തമിഴല്ല, അല്ലെങ്കിൽ ചോദിച്ചു നോക്കാൻ അത് അറിയൂല. അപ്പം എന്താണ് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് കേവലം ഇത് എവിടുന്നാണ് എങ്ങനെയാണെന്ന് ഇമ്മൂബിൾ നോട്ടം. അപ്പം അത് പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരിക്കലും അനുഭവിച്ചെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു, പിന്നൊക്കെയാണ് ഉണ്ടായിട്ടില്ല. അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ അത് കാരണം വേറെ ഒന്നല്ല, അവരപേക്ഷിച്ച് നമ്മള് കേരളത്തിൽ നിന്ന് പോയത് ഭയങ്കര സൗന്ദര്യവാന്മാരാണ് പോലും. അതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് എന്നാണ് ഒരു ഒപ്പാൽപ്പ് തമിഴൊക്കെ അറിയുന്നവർക്കും പറഞ്ഞു തന്നെ. കാരണം അതേപോലെ ഒരു സംസാരകനും ഒരിക്കലും അനങ്ങാതെ നോക്കരുത്. അങ്ങനെ നോക്കിയ അപകടം ഉണ്ടാവും എന്നുള്ളത്. അപ്പം വാട്ട് ഈസ് സജസ്റ്റഡ്, എന്താണ് നിർദ്ദേശിക്കുന്നത്? പാസി വോയിസ് ആണ് അവിടെ കേട്ടോ. വാട്ട് ഈസ് സജസ്റ്റഡ്, എന്ത് നിർദ്ദേശിക്കപ്പെടുന്നു എങ്കിൽ, വാട്ട് ഈസ് സജസ്റ്റഡ് ഈസ് ദാറ്റ്, അതായത് എ സ്പീക്കർ, ഒരു സംസാരകൻ. അപ്പൊ ഇതൊക്കെ പറയുമ്പോ എന്താ ഇപ്പൊ നിർദ്ദേശിക്കേണ്ടത്? ദാറ്റ് എ സ്പീക്കർ, ഒരു സംസാരകൻ ഷുഡ് അപ്പിയർ, പ്രത്യക്ഷപ്പെടണം, ഇൻ
charge in command, in charge and in command, and with a certain degree of flexibility. അപ്പൊ ഒരു സംസാരകൻ പിന്നെ എങ്ങനെയാ വരേണ്ടത്? ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു, 2 കാലിൽ നിന്ന് സ്വന്തം വെയിറ്റ് വെച്ച് നോക്കിയിട്ട് വേണം വരാന്, അനങ്ങാതെ നിന്ന് ഒരിക്കലും സംസാരകൻ നോക്കരുത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ നിർദ്ദേശിക്കേണ്ടത്? വാട്ട് ഈസ് സജസ്റ്റഡ് ദാറ്റ് എ സ്പീക്കർ, ഒരു സംസാരകൻ ഷുഡ് അപ്പിയർ, എപ്പോഴും പ്രത്യക്ഷപ്പെടണം. എങ്ങനെ? ഇൻ ചാർജ് ആയിട്ട്. എന്താ ഇൻ ചാർജ് ആയിട്ട് വരിക എന്ന് എന്താ? നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ നിന്ന് സ്വാതന്ത്ര്യദിനമൊക്കെ പട്ടാള മേലുദ്യോഗസ്ഥൻ ഇൻ ചാർജ് ആയിട്ട് ഇങ്ങനെ വരുന്ന വരവ് കണ്ടില്ല? ആ നടത്തം കണ്ടാൽ അതിലുണ്ട് കമ്മ്യൂണിക്കേഷൻ. ഒന്നും മിണ്ടില്ല ആള്. അപ്പിയർ ഇൻ ചാർജ് ആൻഡ് ഇൻ കമാൻഡ് രൂപത്തിലായിരിക്കണം. ഇൻ കമാൻഡ് രൂപത്തിൽ, ആജ്ഞാനുരൂപത്തിലായിരിക്കണം അയാൾ പ്രത്യക്ഷപ്പെടേണ്ടത്. ആ പ്രത്യക്ഷപ്പെടല് അയാളെ ഗൗരവത ഉണ്ട്. പിന്നെ വിത്ത് എ സർട്ടൻ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി. റിജിഡ് എന്നുള്ളതിന്റെ വിപരീതമാണല്ലോ ഫ്ലെക്സിബിലിറ്റി. അപ്പം ഫ്രജൈൽ എന്നുള്ളതിന്റെ വിപരീതമാണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറങ്ങലിച്ച് നിൽക്കുക, പൊട്ടി പോകുന്നതല്ലേ, ദൃഢമായി നിൽക്കുക, അതിനാണ് ഫ്രജൈൽ എന്ന് പറയുന്നത്. അതിന്റെ വിപരീതമാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അർത്ഥമല്ല പഠിക്കുന്നത്. അപ്പൊ ഒരാള് അർത്ഥം എഴുതുന്നില്ലേ, അർത്ഥമൊക്കെ സ്കൂളിൽ പഠിക്കുന്നതല്ല, ഇവിടെ അർത്ഥമല്ല ആശയങ്ങളാണ് പഠിക്കേണ്ടത്. എനിക്ക് പറയുന്നുണ്ട് കൊള്ളത്താനും. അപ്പൊ ഈ നീതു, നിനക്ക് വേണ്ട ഫ്ലെക്സിബിലിറ്റി ആണ്, ഫ്രജൈൽനെസ് അല്ല. അല്ലെങ്കിൽ ഞാൻ കേവലം ഒരാളല്ല, തന്നെ ആര് പണി എടുത്തോളൂ. യു ആർ ആൾ നീഡ് ഫ്ലെക്സിബിലിറ്റി, no need of fragile appearance. No, should not do that. Flexible appearance, that is needed. എന്താ ഫ്ലെക്സിബിൾ? മലയാളം വഴങ്ങാവുന്ന രൂപത്തിൽ ഫ്ലെക്സിബിൾ ആണല്ലേ. ഈ ഒരു മുനിയാണ് ഒരു സ്ത്രീയുടെ അപ്പിയറൻസിനെ കുറിച്ച് വ്യാഖ്യാനിച്ച ഒരു ഗ്രന്ഥം ഞാൻ വായിച്ചത്, ഓർമ്മയില്ല എന്തായാലും. അതില് 64 അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ഭാരതീയ ഋഷി, അതിൽ പറയുന്നുണ്ട് ഒരു ലേഡീസ് അപ്പിയറൻസ് ഷുഡ് ബി ഇൻ 64 ways എന്ന്. 64 രീതിയിലായിരിക്കണം. ഞാൻ അതിൽ നീതു എന്ന് വിളിച്ചത് റെപ്രസെന്റേറ്റീവ് ഓഫ് വുമൺ ആണ്, അതുകൊണ്ടാണ്. While appearing a platform, a lady should be flexible in 64 ways എന്ന്. അതായത് 64 ആകാര രീതിയിലായിരിക്കണം അത്ര അപ്പിയർ ചെയ്യണത്. ആരാ പഠിക്കുന്നത്? അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. വഴക്കം എഴുതിക്കോളൂ, മനസ്സിലാക്കുക. എന്താ മെയ് വഴക്കം, അങ്ങനെ പറയാല്ലേ. ഒരു മെയ് വഴക്കത്തോടായിരിക്കണം എപ്പോഴും നിങ്ങൾ നടക്കേണ്ടത്, ഇരിക്കേണ്ടത്, കുത്തിരിക്കേണ്ടത്, ഏത് രീതിയിൽ പറഞ്ഞാലും. അപ്പം ഫ്ലെക്സിബിൾ ഈസ് നീഡഡ്. അപ്പൊ എങ്ങനെ പറഞ്ഞു തരാം? നിങ്ങളൊരു ഫ്ലെക്സിബിൾ അപ്പിയറൻസ് ചിലർ കണ്ടില്ലേ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കുന്ന, അത് അങ്ങനെ ചെയ്യരുതെന്ന്. ഡോണ്ട് ബി റിജിഡ്, ഡോണ്ട് ബി fragile, but should be flexible in your appearance. നിങ്ങളെ കൈ ഓടിക്കാൻ പറ്റുന്നതാണെന്ന് അറിയിക്കണം. നിങ്ങളെ അംഗോപാംഗങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന്. അതായത് കയ്യ്, കാല്, ഊര, ആ ഋഷി അങ്ങനെ പറയുന്നത്, ഊര എങ്ങനെ പിടിക്കേണ്ടത്, നിങ്ങളെ ബട്ടൊക്കെ എങ്ങനെ പിടിക്കണം ഒക്കെ പറഞ്ഞാൽ കുറച്ച് ഭാഗം സ്ട്രാങ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രൈണ ഗമനം, ചില വാക്ക് കുറച്ച് കഴിഞ്ഞ് കിട്ടുള്ളൂ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിലേപോലെ ഞാൻ പുരുഷനുണ്ടോ അതിൽ അങ്ങനത്തെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ അങ്ങനെ അതിനെ ഫ്ലെക്സിബിൾ എന്ന് പറയും. വഴങ്ങാവുന്ന
ആകാരപ്രകാര ചേഷ്ടകള്. അതാണ് ഒരാൾക്ക് ആവശ്യം എന്നാണ് സായിപ്പ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. നോക്കണം, ഇതൊരു സായിപ്പാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമ്മള് വലിയ ഇടയിൽ ഇവിടെ പണ്ട് സംസ്കാരം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അതിന്റെ മുമ്പേ ഒരു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അവർ ബോഡി ഫ്ലെക്സിബിലിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് ഭരതമുനി നൃത്തം ആരെയും പഠിച്ചവരുണ്ടെങ്കിൽ അഭ്യസിപ്പിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബുക്ക് ഉണ്ട്, തപ്പാൻ സമയമില്ല. അതായത് അതിൽ പറയുന്നുണ്ട്, ആരെങ്കിലും പഠിച്ചവരുണ്ടോ നൃത്തം? ശാസ്ത്രീയമായി പഠിച്ചവരുണ്ട്. അതില് നാട്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ഭരത ഋഷിയാണ്, അല്ലെ ഭരതമുനിയാണ്. ഭരതമുനിയിൽ പറയുന്നുണ്ട് യഥോ ഹസ്തസ്തോ ഭാവ യഥോ ഭാവസ്തോ മനഃ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്ലോകം. പറഞ്ഞില്ല, അത് നിന്റെ കൈ ഹസ്തം എവിടെയാണോ അതിന്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ടാണ് നിന്റെ നോട്ടം വേണ്ടത്. അപ്പൊ കൈ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനായി, കണ്ണുകൊണ്ടുള്ള, അതടുത്ത് നമുക്ക് ഐ കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ പറയാം. അപ്പം കണ്ണുകൊണ്ട്, ഞാൻ പറയാം, ഇവിടെ നാട്ടിലൊക്കെ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പൊ അവിടെ കൈ കൊണ്ടുള്ള ഫ്ലെക്സിബിലിറ്റി, കണ്ണുകൊണ്ടുള്ള ഫ്ലെക്സിബിലിറ്റി, ഇതിന്റെയൊക്കെ സമന്വയമാണ് മുദ്രകള് നൃത്തത്തില്. നൃത്തം പഠിക്കാൻ പോകുമ്പോൾ ആദ്യം മുദ്രയെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ബോഡി ലാംഗ്വേജ് ആണ് കംപ്ലീറ്റ്. ആരെയും പഠിച്ചവരുണ്ടോ? ഇല്ല അല്ലെ? ഭരതനാട്യമൊക്കെ ആണ്, മറ്റേ കൊഴിഞ്ഞാട്ടം അല്ല കേട്ടോ. ഇപ്പൊ സ്റ്റേജിൽ കാണുന്ന അതല്ല. ശാസ്ത്രീയമായി നൃത്തം അഭ്യസിക്കുന്നവർക്ക് ഫ്ലെക്സിബിൾ അപ്പിയറൻസ് കാണാം. ഞാൻ ഇരുന്ന് ആസ്വദിക്കാറുണ്ട്. എന്ത് നൃത്തം കാണുമ്പോൾ അവരുടെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ബോഡി, ബോഡി അല്ല കേട്ടോ നോക്കുന്നത്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ബോഡി. അതാണ് ഈ കലാകാരികളും കലാകാരന്മാരൊക്കെ നിന്ന് ഇങ്ങനെ നിന്ന് നോക്കുന്നത്. നമ്മൾ വിചാരിക്കും അവരെ വേറെന്തോ നോക്കും, അല്ല, അതാണ് ഫ്ലെക്സിബിലിറ്റി. അത് മെയ് വഴക്കം, അതിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി ആനന്ദ ലഹരിയിലിരിക്കുന്ന ഈ എന്താ ഭരതനാട്യവും മോഹിനിയാട്ടം രണ്ടെണ്ണമുണ്ട്. അതില് മോഹിനിയാട്ടം കുഴഞ്ഞാട്ടം എന്നാ പറയാ, അല്ലെ? മോഹിനിയാട്ടത്തിനെ കുഴഞ്ഞാട്ടം എന്നാ പറയാ. എന്താണ് മോഹിനിയാട്ടം അരങ്ങേറിയുന്ന രാജസദസ്സുകളിലായിരുന്നു. രാജസദസ്സുകളില് രാജാവിനെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് മോഹിനിയായിട്ട് വന്ന് കണ്ണുകൊണ്ട് കാലുകൊണ്ട് ഒക്കെ ചേഷ്ടകൾ കാണിച്ച് ക്യാപ്റ്റിവേറ്റ് ചെയ്യുക, മൈൻഡ് ഓഫ് ദ കിങ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത കഥയാണ് മോഹിനിയാട്ടം. അതിന് കുഴഞ്ഞാട്ടം എന്നൊരു പേരുണ്ട്, കുഴഞ്ഞാടുന്നുണ്ട്. അത് ആ കുഴഞ്ഞാട്ടത്തിനെയാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് നോട്ടീസ് ബി സ്റ്റഡിഡ് അബൌട്ട് ദാറ്റ്. അപ്പം അവിടെ കണ്ണ് നോട്ടം. പക്ഷെ ഇവരുടെ അതില്ല, കുച്ചിപ്പുടിയില്. അത് കുറച്ചും കൂടി ലിറ്റിൽ ബിറ്റ് ഓഫ് റിലീജിയസ് ആണ്. അത് കുറച്ചും കൂടി ആത്മീയ തലത്തിലേക്കുള്ള നൃത്തമാണ് ഈ കുച്ചിപ്പുടി. അത് ദേവിയാണെങ്കിൽ ദേവിയായിട്ട് വരും അത് ആ ഭാവം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂർത്തി ആ രീതിയിൽ വരും. അതിന്റെ രീതിയൊക്കെ വേറെയാണ്. ഇതൊക്കെ പൊടിച്ചിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള വാക്ക് ഒന്നുകൂടി വിശാലമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തോ. അപ്പൊ നിങ്ങളെ പോസ്റ്റർ ഒന്ന് ശരിയായി. ഇപ്പൊ പോസ്റ്റർ ശരിയല്ലെങ്കിൽ എന്താ പോസ്റ്റർ ഏതൊക്കെ വരും? നടത്തം, ഇരുത്തം, നിൽപ്പ്, യുവർ ഓവറാൾ പോസ്, മൊത്തത്തിലുള്ള പോസ്. അത് വേദിക്കനുസരിച്ച് ഏത് പോസാണ് എടുക്കേണ്ടതെന്ന് പഠിപ്പിക്കുക മക്കളെ. നിങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കുക. തോന്നിയ പോലെ നടക്കാനോ തോന്നിയ പോലെ ഇരിക്കാനോ തോന്നിയ പോലെ നിൽക്കാനോ അല്ല പഠിപ്പിക്കുന്നത്. ഹൗ ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. സായിപ്പനെ പറഞ്ഞ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, അതിലുണ്ടെല്ലാം. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, സ്ട്രെയിറ്റ് വാക്ക്, സ്ട്രെയിറ്റ് സിറ്റിംഗ് പോസ്റ്റർ. ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു. ടൈം ഈസ് 5 minutes past. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ പാരഗ്രാഫിനെ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. പാരഗ്രാഫ് അബൌട്ട് പോസ്റ്റർ. അപ്പം ക്വസ്റ്റ്യൻ ഞാൻ കമ്പോസ് ചെയ്യാറുണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ ഞാൻ പരമപ്രധാനമാണോ പറഞ്ഞതൊക്കെ പഠിച്ചു പോകാം. അപ്പം മിക്കവാറും അക്കാഡമിയിലെയൊക്കെ ക്വസ്റ്റ്യൻസ് ബാങ്കിൽ ഞാനുണ്ട്. അതുകൊണ്ട്
ശ്രദ്ധിച്ചോളുക, നോട്ട് ഡൗൺ ദാറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങള് ചെക്ക് ചെയ്ത് വരിക.